ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ ഇപ്പോൾ നാം ലവോദിക്യ സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു നൽകിയ ദൂതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെ ഞാൻ വായിക്കുന്നു. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം മുതൽ 22-ാമത്തെ വാക്യം വരെ. ലവോദിക്യയിലെ സഭയുടെ ദൂതന് എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്യ സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു നൽകിയ സന്ദേശം കഴിഞ്ഞ ആഴ്ച നാം പരിശോധിച്ചു തുടങ്ങിയപ്പോൾ ലവോദിക്യയെക്കുറിച്ച് പൊതുവായിട്ട് പല കാര്യങ്ങൾ നാം പരിശോധിക്കുകയുണ്ടായി. ഒരു അനുരഞ്ജന പട്ടണം, സിറ്റി ഓഫ് കോംപ്രമൈസസ് ആണ് ലവോദിക്യ. അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഭരണത്തിന്റെയും വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും എല്ലാം സ്ഥിരാകേന്ദ്രമായിരുന്നു അത്. ഒരു ഔഷധ നിർമ്മാണശാലയുണ്ടായിരുന്നു. കൺലേപന തൈലമാണ് പ്രധാനമായിട്ട് അവർ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്തിരുന്നത്. ലവോദിക്യയും കൊലോസ്യയും ഹിയരപ്പൊലിയും അടുത്തടുത്തുള്ള സ്ഥലങ്ങളായിരുന്നു. ഈ സഭയില് ശീതോഷ്ണവാൻ എന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരുമിച്ച് ചേർന്ന് ലൂക്വാം അല്ലെങ്കിൽ വാട്ടവെള്ളമായിട്ട് ലവോദിക്യയിലെത്തിയ കഥയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കർത്താവ് തന്നെ ഈ സഭയ്ക്ക് പരിചയപ്പെടുത്തിയപ്പോൾ വിശ്വസ്തനും സത്യവാനുമായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ, ആമേൻ സത്യദൈവം എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. അതിനുശേഷം അവരുടെ പ്രവർത്തനങ്ങളുടെ അംഗീകാരവും കുറ്റവും ഉപദേശവും ഒരുമിച്ചാണ് പറഞ്ഞത്. അവരുടെ പ്രവർത്തനത്തിന്റെ അംഗീകാരം ഒറ്റ വാക്കിൽ ഒതുക്കി, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്നിട്ട് നേരെ കുറ്റത്തിലേക്കാണ് കയറിയത്. കൂട്ടത്തിൽ ഉപദേശങ്ങളും നൽകുകയുണ്ടായി. അതുകൊണ്ട് നാം പ്രധാനമായിട്ട് ആ സന്ദേശം പരിശോധിച്ചപ്പോൾ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചിട്ട് ഈ സഭയ്ക്ക് 4 തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട്, 4 പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. അവരുടെ തീഷ്ണത അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ മൂല്യങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ ദർശനം അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ വസ്ത്രവും അവർക്ക് നഷ്ടപ്പെട്ടു. ആദ്യത്തെ 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദമായിട്ട് പഠിച്ചതാണ്. എങ്ങനെയാണ് അവരുടെ തീഷ്ണത, അവരുടെ മൂല്യം, അവരുടെ ദർശനം, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ അവരുടെ വസ്ത്രം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും നാം ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, നീ നഗ്നൻ എന്ന് അറിയാതിരിക്കുകയാൽ, നീ നഗ്നൻ എന്നുള്ള പ്രയോഗത്തിൽ നിന്നാണ് ഇവർക്ക് വസ്ത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രസ്താവിക്കുവാൻ ഇടയായത്. they had lost their vesture. വസ്ത്രം നഷ്ടപ്പെട്ട ഒരു സഭ. 17ഉം 18ഉം വാക്യങ്ങൾ അതേക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. 18ാം വാക്യത്തിൽ പറഞ്ഞു, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു.
ആഡംബര വസ്ത്ര നിർമ്മാണം ഈ പട്ടണത്തിൽ നടന്നിരുന്നു എന്ന് നാം പഠിച്ചതാണ്. ആഡംബര വസ്ത്രമണിഞ്ഞ് ആനന്ദത്തിൽ ആറാടുന്ന ഈ സഭ അഹങ്കരിക്കുമ്പോഴാണ് കർത്താവ് ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. നീ നഗ്നൻ. വസ്ത്രനിർമ്മാണമുണ്ട്, വസ്ത്രം ധാരാളമുണ്ട്, എന്നാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ അവര് നഗ്നരാണ്. നഗ്നൻ എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് അർത്ഥമാക്കിയത്? പരാജയപ്പെട്ടവനും നാണം കെട്ട തോൽവി നേരിട്ടവനും മറ്റുള്ളവരുടെ മുമ്പിൽ അഭാസ്യൻ, ലജ്ജിതൻ ആയിത്തീർന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് ചില വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ എന്താണ് ഈ നഗ്നൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുറച്ചുകൂടി ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. 2 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നോക്കുക. 2 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അപ്പോൾ ഹാനൂൻ എന്ന് പറയുന്നത് അമ്മോന്യ രാജാവിന്റെ മകനാണ്. ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ വായിച്ച് പഠിക്കണം. ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുക. യെശയ്യാവ് 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മാത്രം നാം നോക്കുകയാണെങ്കിൽ, അശൂർ രാജാവ് മിസ്രൈമിൽ നിന്നുള്ള ബദ്ധന്മാരെയും കൂശിൽ നിന്നുള്ള പ്രവാസികളെയും ആബാലവൃദ്ധം മിസ്രൈമിന്റെ ലജ്ജയ്ക്കായിട്ട് നഗ്നന്മാരും ചെരുപ്പിടാത്തവരും ആസനം മറയ്ക്കാത്തവരുമായി പിടിച്ചുകൊണ്ടുപോകും. അപ്പൊ നാണം കെട്ട തോൽവിയും പിന്നാലെ വരുന്ന ലജ്ജയുമാണ് നഗ്നത കാണിക്കുന്നത്. ഈ സഭ തോറ്റിരിക്കുന്നു, അത് നാണം കെട്ട ഒരു തോൽവിയാണ്. എന്റെ പിന്നാലെ അവര് ലജ്ജിതരുമായിരിക്കുന്നു എന്ന കാര്യം കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലവോദിക്കക്കാർക്ക് വസ്ത്രവിൽപ്പനശാലകളിൽ പോയി 1-ാം കമ്പിളി വസ്ത്രം വാങ്ങാൻ കഴിയും, എന്നാൽ അത് അവരുടെ യഥാർത്ഥ ആവശ്യത്തിന് ഉപകരിക്കുകയില്ല. അവർക്ക് യേശുവിനോട് വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങേണ്ടതായിരിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അങ്ങനെയാണ് നാം വായിച്ചത്. നീ എന്നോട് വെള്ളയുടുപ്പ് വിലയ്ക്ക് വാങ്ങണം എന്ന് കർത്താവ് പറയുന്നതാണ് നാം 3:18 കണ്ടത്. എന്താണ് ഈ വെള്ളയുടുപ്പ്? ദൈവകൃപയുടെയും ദൈവനീതിയുടെയും അങ്കിയാണ് ഈ വെള്ളയുടുപ്പ് എന്ന് പറയുന്നത്. മണവാട്ടി സഭ അണിയുന്ന വസ്ത്രത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ നോക്കുന്നത് നന്നായിരിക്കും. വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. സർദീസിലെ സഭയ്ക്ക് സന്ദേശം നൽകിയപ്പോഴും ഈ കാര്യം നാം കണ്ടിരുന്നു. വെളിപ്പാട് 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർദീസിൽ ഉണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുന്നത് പ്രയോജനകരമാകും. വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരാധനയുടെ മനോഹര ചിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. 7-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ 14-ാം വാക്യത്തില്, വെളിപ്പാട് 7:14 അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതെങ്ങനെ മനസ്സിലായതെന്ന് ചോദിച്ചാൽ, ഇവരെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ് മറുപടി കിട്ടിയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവര് സുഖലോലുപതയിൽ നിന്നും സ്വാർത്ഥബോധത്തിൽ നിന്നും വന്നവരല്ല, കാഴ്ചപ്പാടില്ലാത്തവരുമല്ല, തീക്ഷ്ണത നഷ്ടപ്പെട്ടവരല്ല. അവര് വളരെ ശ്രദ്ധാപൂർവം മഹാകഷ്ടത്തിൽ കൂടി കടന്നു വന്നവരാണ്. അവർ വിശ്വാസത്തിനു വേണ്ടി ത്യാഗം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. തുടർന്ന് വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ വെളിപ്പാട് 22-14-15 വാക്യങ്ങൾ, 22, 14, 15 വാക്യങ്ങൾ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ തങ്ങളുടെ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞാൽ they that do his commandments, അവന്റെ വചനം അനുസരിക്കുന്നവർ, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ
ഭാഗ്യവാന്മാർ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. എന്താണ് ഈ വെള്ളയുടുപ്പ് എന്ന് വീണ്ടും നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കർത്താവ് തന്ന നീതീകരണം, രക്ഷ നമുക്ക് ദാനമായി ലഭിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നീതി അനീതിയുള്ള നമ്മുടെ പേരിൽ അവൻ കണക്കിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു നീതിയുടെ വസ്ത്രം അവൻ നൽകുന്നുണ്ട്. പിന്നെയും നാം ആത്മീയ ജീവിതത്തിൽ മുന്നേറുമ്പോൾ നീതീകരണം കഴിഞ്ഞ ആളുകൾ വിശുദ്ധീകരണം പ്രാപിക്കണം. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അവന്റെ നീതി നമ്മുടെ സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും ഭാഗമായിട്ട് മാറണം. അവൻ നമ്മളെ നീതിവസ്ത്രം അണിയിച്ചു. എന്നാൽ ആ വസ്ത്രം അണിഞ്ഞു നിൽക്കുന്ന ആളുകള് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവനെപ്പോലെ വിശുദ്ധിയുള്ളവരായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരാകണം. ഈ വിശുദ്ധി കൂടാതെ ആരും അവനെ കാണുകയില്ല എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമുക്ക് ഈ ഉടുപ്പ് ധരിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാം. എല്ലാ മാലിന്യങ്ങളും അനീതികളും അശുദ്ധികളും ഒക്കെ നീങ്ങി വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, നീതിയുടെ അങ്കി രക്ഷാവസ്ത്രം ധരിച്ചുകൊണ്ട് എപ്പോഴും നിൽക്കുവാനായിട്ട് കർത്താവ് നമുക്ക് വലിയ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ലവോദിക്ക സഭയെ കാര്യമായി അഭിനന്ദിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ നാം പ്രസ്താവിച്ചല്ലോ. ഒരുപക്ഷെ അവർ അവരെ തന്നെ വളരെയധികം അഭിനന്ദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട വാക്യങ്ങൾ ഓർക്കുക. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, ഒന്നിനും മുട്ടില്ല. അത് അവരവരോട് തന്നെ പറയുകയാണ്. അവർ സ്വയമായിട്ട് അവരെ തന്നെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവും കൂടി ഇനി അവരെ അഭിനന്ദിക്കേണ്ടതായിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ അഭിനന്ദിക്കുവാനായിട്ട് കർത്താവ് അവരിൽ ഒന്നും കാണുന്നുമില്ല. അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് അവർ കരുതി. എന്നാൽ അവരവന്റെ നാമത്തിന് അപമാനം വരുത്തുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. അതുകൊണ്ടാണല്ലോ അവർ നഗ്നരായി നടന്നതും അവർ തീഷ്ണത നഷ്ടപ്പെട്ടതും അവർക്ക് ദർശനം നഷ്ടപ്പെട്ടതും. അവർക്ക് നഷ്ടങ്ങളുടെ ഒരു പട്ടിക മാത്രമാണ് പറയാനായിട്ടുണ്ടായിരുന്നതെന്നുള്ള കാര്യം ഓർക്കുക. എത്ര അപമാനകരമായ, ലജ്ജാകരമായ ഒരു അവസ്ഥയിലാണ് ഈ സഭ ഇരിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ ഇതിനോടുള്ള ബന്ധത്തിൽ പരിശോധിക്കുന്നത് നല്ലതാണ്. 4 നഷ്ടങ്ങളാണ് അവർക്കുണ്ടായത്. ഞാൻ ആ 4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവരുടെ തീഷ്ണത പോയി, മൂല്യം പോയി, ദർശനം പോയി. ഇപ്പോൾ നാം പഠിച്ചതുപോലെ അവരുടെ വസ്ത്രവും നഷ്ടപ്പെട്ട് അവര് ലജ്ജിതരായിട്ടിരിക്കുന്നതായിട്ടാണ് കർത്താവ് ഈ സഭയെ കാണുന്നത്. അതവരുടെ കുറ്റമാണ്. അവർക്ക് ഉപദേശവും കർത്താവ് നൽകുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. യേശു ഈ സന്ദേശം അവസാനിപ്പിച്ചത് 3 പ്രത്യേക പ്രസ്താവനകളോടുകൂടിയാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. 3 പ്രത്യേക പ്രസ്താവനകൾ. അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത് ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണം കർത്താവ് അവർക്ക് നൽകി. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, വെളിപ്പാട് 3:19. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതൊരു വിശദീകരണമാണ്. As many as I love, I rebuke and chasten. എനിക്ക് പ്രിയമുള്ളവരെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. ഈ ശീതോഷ്ണവാന്മാരായ വിശുദ്ധന്മാരെ യേശു കർത്താവ് ഇപ്പോഴും പ്രിയപ്പെടുന്നു, അവരെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ ശ്രദ്ധേയമാണ്. അവരുടെ സ്നേഹം തണുത്തുറഞ്ഞു പോയത് ദൈവം കണക്കിലെടുക്കുന്നില്ല. വാക്യം ശ്രദ്ധിക്കുക, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും. അപ്പൊ ഇപ്പോഴും ഈ സഭയോട് തനിക്ക് പ്രിയമുണ്ട്. തന്റെ സ്നേഹത്തിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, താൻ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെത്തി വെടിപ്പാക്കി കൊടുക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നതിലാണ് നാം കാണേണ്ടത്. പലപ്പോഴും സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്ന ആള് ആവശ്യമില്ലാത്തതൊക്കെ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, യഥാർത്ഥ സ്നേഹം നമ്മുടെ തെറ്റുകളെ തിരുത്തി തരുന്നതാണ്. നമ്മെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെത്തി വെടിപ്പാക്കുകയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അതേ കാര്യം കർത്താവ് ഇവിടെ ചെയ്യുന്നു എന്നുള്ളത് കർത്താവ് പ്രസ്താവിക്കുന്നു. സദൃശ്യവാക്യം 3-ാം അധ്യായത്തിന്റെ 11
12 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സദൃശ്യവാക്യങ്ങൾ 3:11-12 വായിക്കുമ്പോൾ, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയിങ്കൽ മുഷികയുമരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ദൈവം ശിക്ഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നും നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവന്റെ സ്നേഹം ഈ ശാസനയിലും ശിക്ഷണത്തിലും കൂടിയാണ് വെളിപ്പെട്ട് വരുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 12-5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ബാലശിക്ഷ തന്ന് നമ്മെ ശരിയായി വളർത്തുന്നത്. സഭകളെ ശോധനകളിൽ കൂടി കടന്നു പോകാൻ കർത്താവ് അനുവദിക്കുന്നത് അവർ ആകേണ്ടതുപോലെ അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ വേണ്ടിയാണ്. അവരെ പണീഷ് ചെയ്യാൻ വേണ്ടിയല്ല, അവരെ ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ തെറ്റുകളെ തിരുത്തുന്നതിന് വേണ്ടിയാണ്. അതേക്കുറിച്ച് നാം നേരത്തെ ചിന്തിച്ചതാണല്ലോ, തീയിൽ ഊതി കഴിച്ച പൊന്നിനെ കുറിച്ച്. അതവർക്ക് ആവശ്യമായിരുന്നു, അത് ഞാൻ തരാൻ ഞാൻ സന്നദ്ധനാണ് എന്നൊരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് നാം ഇവിടെ കണ്ടത്. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ശാസന നമുക്ക് വന്നാൽ നാം ഭാഗ്യമുള്ളവരാണ് എന്ന് ഓർത്തിരിക്കുക. രണ്ടാമതായിട്ട് കർത്താവ് ഈ സഭയ്ക്ക് ഒരു പ്രബോധനമാണ് നൽകുന്നത്, an exhortation. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 3:19. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നീ ജാഗ്രതയുള്ളവനായിരിക്കുക, ഒരു പ്രബോധനമാണ്. മാനസാന്തരപ്പെടുക. ലവോദിക്ക സഭ അവരുടെ അഹന്തയെക്കുറിച്ചാണ് ആദ്യം മാനസാന്തരപ്പെടേണ്ടിയിരുന്നത്. അവർ ദൈവസന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തേണ്ടിയിരിക്കുന്നു. നാം 2 തിമോത്തി 1:6 വായിക്കുന്നത് പോലെ, നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. ദൈവത്തിന്റെ കൃപാവരം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനെ അവര് ഉപേക്ഷയായിട്ട് വിചാരിച്ചിട്ട് അതിനെ ജ്വലിപ്പിക്കാതെ അഹന്തയിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ കൃപാവരത്തെ അവർ ജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാത്രമേ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം നിലനിർത്തുവാൻ അവർക്ക് കഴിയുകയുള്ളൂ. അവരുടെ ദർശനം മങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അവര് ഉത്സാഹമുള്ളൊരു സഭയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പകർന്ന കൃപാവരത്തെ അവരെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നീ ജാഗ്രതയുള്ളവനായിരിക്കുക, അലസനായിട്ടിരിക്കുവാനല്ല, മാനസാന്തരപ്പെട്ട് ജാഗ്രതയായിട്ടിരിക്കുക എന്ന് ഒരു പ്രബോധനം കർത്താവ് അവർക്ക് നൽകിയത്. മൂന്നാമതായിട്ട് കർത്താവ് അവർക്കൊരു ക്ഷണം നൽകി, an invitation. ഒരു നല്ല ഇൻവിറ്റേഷനാണ് അവർക്ക് നൽകിയത്. വെളിപ്പാട് 3:20-22 വരെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് കാണാം. നാം മിക്കപ്പോഴും ഈ വാക്യങ്ങൾ ഉപയോഗിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നഷ്ടപ്പെട്ട ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നതിനാണ്. എന്നാൽ ഈ വാക്യങ്ങളുടെ അടിസ്ഥാന ഉദ്ദേശം വിശ്വാസികളെ ഉദ്ദേശിച്ചിട്ടാണ്, സഭയിൽ ഇരിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് നാം മറന്നുപോകരുത്. നാം ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതുപോലെ യേശു കർത്താവ് ലവോദിക്ക സഭയ്ക്ക് വെളിയിലാണ്. യേശു വ്യക്തികളോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ചെവി ഉള്ളവൻ, ആരെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ സഭയോട് മൊത്തമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും സഭയിലിരിക്കുന്ന വ്യക്തികളെയും സഭയിൽ താല്പര്യമുള്ള ആളുകളെയും പ്രത്യേകം കർത്താവ് ക്ഷണിക്കുന്നു എന്ന കാര്യം മറന്നുപോകരുത്. ഇവിടെ നാം വായിച്ച ഈ ഇൻവിറ്റേഷനകത്ത്, ഈ ക്ഷണത്തിനകത്ത് ആരെങ്കിലും, ഇഫ് എനി മാൻ, സഭയോട് മുഴുവനായിട്ടല്ല, അവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഇഫ് എനിവൺ, ഇഫ് എനി മാൻ, ഏതെങ്കിലും ഒരാളെങ്കിലും ഈ സഭയിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ഏതെങ്കിലും സഭയെന്നുമല്ല, ആരെങ്കിലും എന്നാണ്. വെളിപ്പാട് 3:4-5 വാക്യങ്ങളിൽ സർദീസിലെ ഒരു ശേഷിപ്പിനോട് യേശു സംസാരിച്ചതുപോലെ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ചാവാറായ ഒരു ശേഷിപ്പ് സർദീസിലുണ്ട്. എന്നാൽ ഇവിടെ ഈ ലവോദിക്ക സഭയുടെ കോണ്ടെക്സ്റ്റില് ഇവിടെ ഒരു ശേഷിപ്പുമില്ല,
കുറെ പേരുമില്ല, ആരെങ്കിലും, വ്യക്തികളെയാണ് കർത്താവ് ക്ഷണിക്കുന്നത്. ഇഫ് എനി മാൻ, ആരെങ്കിലും, ഈ സഭയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സമർപ്പണമുള്ള വ്യക്തികളിൽ കൂടിയാണ് ദൈവത്തിന് സഭകളിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ദൈവവും ഒരു മനുഷ്യനും മാത്രം മതി, അത് ഭൂരിപക്ഷമാണ്. വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. ദൈവത്തിന് ഒരാളെ കിട്ടിയാൽ ആ ആളെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയും. ദൈവത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിച്ച ഒരു മനുഷ്യൻ വഴി ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ലോകം ഇനിയും കണ്ടിട്ടില്ല എന്ന ആഹ്വാനം കേട്ട പലരും ആ മനുഷ്യൻ ഞാനായിരിക്കും എന്ന് തീരുമാനിച്ചു. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ഇന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും വഴിതെറ്റിയൊക്കെ നടക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരാളെ അവൻ അന്വേഷിക്കുകയാണ്. ദേശം നശിച്ചു പോകാതിരിക്കുവാൻ, ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരാളെയാണ് അവൻ അന്വേഷിക്കുന്നത്, ഒരു പുരുഷനെയാണ് അവൻ അന്വേഷിക്കുന്നത്. ദൈവത്തിന് വേണ്ടി തന്നെത്താൻ സമർപ്പിച്ച ഒരു മനുഷ്യൻ വഴി ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. ഈ ലോകത്തെ മുഴുവനും കീഴ്മേൽ മറിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ ആഹ്വാനം ഏറ്റെടുത്താൽ നമുക്ക് വളരെ അനുഗ്രഹം അതുവഴി, ദേശത്തിന് വളരെ അനുഗ്രഹം അതുവഴി വരുവാൻ ഇടയാകും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു പ്രാവശ്യം മുട്ടിയേച്ചങ്ങ് ഓടിപ്പോയി എന്നല്ല, മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ മുട്ടുന്നു എന്ന പദത്തിന് കീപ്പ് ഓൺ നോക്കിംഗ്, മുട്ടിക്കൊണ്ടിരിക്കുന്നു. യേശു ഒട്ടും അക്ഷമ കാണിക്കുന്നില്ല. ഒരു പ്രാവശ്യം മുട്ടി അവർ വാതിൽ തുറക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അക്ഷമനായി അവിടെ നിന്ന് പിൻവാങ്ങുവാനായിട്ട് താൻ തീരുമാനിക്കുന്നില്ല. മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ നിലപാടെടുത്ത് പുറത്തു നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ മുട്ടലിന്റെ ശബ്ദം നാം കേൾക്കുന്നത്? ഒരുപക്ഷെ ഞാൻ ഇതുവരെ ആ മുട്ടലിന്റെ ശബ്ദം കേട്ടിട്ടില്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത് ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ്. അനേക ജീവിത സാഹചര്യങ്ങൾ, നാം ആയിരിക്കുന്ന ഈ സന്ദർഭം, ഈ കാലഘട്ടം, നാം ആയിരിക്കുന്ന ഈ രോഗവ്യാപനത്തിന്റെ സമയം ഒക്കെ ഒരു മുട്ടലിന്റെ ശബ്ദമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാൻ, നമ്മുടെ സഭയിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മളെ ആകർഷിക്കുന്നതിനായിട്ട് ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ അവൻ ഓർക്കസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ദൈവവചനം വഴി, ദൈവത്തിന്റെ ആ വിളി, ദൈവത്തിന്റെ ആ ശബ്ദം, ദൈവത്തിന്റെ ആ മുട്ടൽ നമ്മുടെ അടുക്കൽ വരുന്നത് ദൈവവചനം വഴിയും ജീവിത സാഹചര്യങ്ങളിൽ കൂടിയും ആണ്. യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം അവൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മോടുള്ള കൂട്ടായ്മയും സംസർഗവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ലൗദിക്യ സഭ ഇല്ലാതാക്കിയത്. ആ കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. റെക്കൺസീലിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നഷ്ടപ്പെട്ട കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാൻ, അതിനെ വീണ്ടും സ്ഥാപിക്കുവാനായിട്ടാണ്. നാം അവനിലും അവൻ നമ്മിലും വസിക്കണം. ലൗദിക്യ ഒരു സ്വതന്ത്ര സഭയായിരുന്നു. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്വതന്ത്ര സഭകളോട് ഒക്കും എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് ആരുടെയും സഹായം ആവശ്യമായിരുന്നില്ല. എല്ലാവരിൽ നിന്നും സ്വതന്ത്രൻ എന്നർത്ഥം. തനിക്ക് താൻ പോന്നവൻ, തന്റെ കാര്യങ്ങളൊക്കെ നടത്തുവാൻ തനിക്ക് കഴിയും, അതിന് പ്രത്യേകിച്ച് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല എന്ന ചിന്തയുള്ളവർ. അവർ അവനിൽ വസിച്ച് അവനിൽ നിന്ന് ആത്മശക്തിയും ആത്മീയവർദ്ധനയും പ്രാപിക്കുവാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ അങ്ങനെ പ്രാപിക്കണം എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് ധാരാളം പ്രവർത്തന മുഖങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും യേശുവിൽ വസിച്ചിട്ട് കായ്ച്ച ഫലം ആയിരുന്നില്ല. അന്ത്യനാളിൽ പലരും വന്ന് ഞാൻ പ്രവചിച്ചു, വീര്യപ്രവൃത്തി പ്രവചിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞ് അവരെ തള്ളിക്കളഞ്ഞത് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22 മുതൽ നാം വായിക്കുന്നുണ്ടല്ലോ. മത്തായി 7:22 മുതൽ. അപ്പോൾ കർത്താവിനോട് ചേർന്ന് വസിക്കുക എന്നുള്ളത്, അവനുമായിട്ടുള്ള ഒരു ഉറ്റ ബന്ധത്തിലിരിക്കുക എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ ഇത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ 15:1 മുതൽ 8 വരെ വായിക്കുക. എന്നിൽ വസിപ്പീൻ. അവിടെ വസിപ്പീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വസിച്ചുകൊണ്ടിരിപ്പീൻ, കണ്ടിന്യൂ ടു അബൈഡ് ഇൻ മീ എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി ഫലം കായ്പാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:4 എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും,
നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്നും യേശു പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. യോഹന്നാൻ 15:1-8 വരെ വായിച്ചാൽ എങ്ങനെയാണ് അവനിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കേണ്ടത്, വളരെ ഫലം കായ്ക്കേണ്ടത്, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്, അവന്റെ യഥാർത്ഥ ശിഷ്യന്മാരായി തീരേണ്ടത് എന്ന് കൃത്യമായി കർത്താവ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. യോഹന്നാന്റെ ലേഖനത്തിലും അനേകം പ്രാവശ്യം അവനിൽ വസിപ്പീൻ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കണം. 27-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ, അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ ഇരിക്കുന്നു. ആ അഭിഷേകം നമുക്ക് ഉള്ളതുകൊണ്ട് ആരും നമ്മളെ ഉപദേശിക്കുവാനായിട്ട് ആവശ്യമില്ല. ആ അഭിഷേകം തന്നെ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് ആ ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ നമുക്ക് ഉപദേശം നൽകുന്നത് പോലെ അവനിൽ വസിപ്പീൻ, കണ്ടിന്യൂ ടു അബൈഡ് ഇൻ ഹിം. ഈ കാര്യത്തിലും നമുക്ക് തിരുത്തലും മാനസാന്തരവും പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അവനിൽ നിരന്തരം വസിപ്പാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കണം. ലൗദിക്യ സഭയും തീരുമാനിക്കണമായിരുന്നു. അത് നമുക്കും കൂടിയുള്ള സന്ദേശമായതുകൊണ്ട് നാമും അങ്ങനെ തീരുമാനിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന യേശുവിനെ നാം അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഒരു അത്താഴത്തിന്റെ കാര്യം അവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചോ? അവൻ അകത്തു വന്നാൽ അത്താഴമുറി ആരാധനാലയമാകും. അവൻ അകത്തു വന്നാൽ ആരാധന പുനഃസ്ഥാപിക്കപ്പെടും. അവിടെ അവൻ സിംഹാസനത്തിൽ ഇരിക്കും, നമ്മെയും അവന്റെ കൂടെ സിംഹാസനത്തിൽ ഇരുത്തും. കർത്താവുമായുള്ള ഈ സംസർഗ കൂട്ടായ്മയാണ് നമുക്ക് ജയം നൽകുന്നത്. അവൻ ജയിച്ചതുകൊണ്ട് നമുക്കും അവന്റെ ജയത്തിൽ പങ്കാളികളാകാനായിട്ട് സാധിക്കും. ഞാനും ജയിച്ചു, അതിൽ നിങ്ങൾക്കും പങ്കാളിത്തം തരാം എന്ന് കർത്താവ് പറയുകയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉൾപ്രാവണം പ്രാപിക്കുന്ന ഉണർത്തപ്പെട്ട ആത്മനിറവും വചനാനുസരണവും വിശുദ്ധിയുമുള്ള സഭയാണ് ഫിലാദൽഫിയ സഭ എന്ന് ഫിലാദൽഫിയ സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ നാം കണ്ടത് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ഉൾപ്രാവണത്തിൽ തള്ളപ്പെടുന്ന വിശ്വാസത്യാഗിനിയായ നിർജീവ സഭയാണ് ലവോദിക്യ പ്രതിനിധീകരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒട്ടുമിക്ക സഭകളിലും സുവിശേഷത്തിനായിട്ടുള്ള വലിയ ചൂടില്ല, മഞ്ഞുപോലെ തണുത്ത് ഉറഞ്ഞിട്ടുമില്ല. അവരൊക്കെ ശീതോഷ്ണവാന്മാരായിട്ടിരിക്കുകയാണ്. ഭക്തിയുടെ വേഷമുണ്ട്, എന്നാൽ അതിന്റെ ശക്തി കാണാനില്ല. ജീവിക്കുന്നവൻ എന്ന പേരുണ്ട്, എന്നാൽ യഥാർത്ഥ ജീവൻ ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജീവനായകനായ യേശു ഇന്ന് സഭയ്ക്ക് പുറത്താണ്, സഭയ്ക്കകത്ത് യേശു ഇല്ല. ഭൗതിക സമ്പത്തും നേട്ടങ്ങളും ഇന്നത്തെ പല സഭകൾക്കും അവകാശപ്പെടാനായിട്ട് കഴിയും. ആത്മശക്തിയും ആത്മീയ ജീവനും അന്യം നിന്നു പോയിരിക്കുന്നു. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. യഥാർത്ഥ സഭയിൽ ബലഹീനവും ദരിദ്രവും എന്നൊക്കെ തോന്നുന്ന ഒരു കൂട്ടം ആളുകളെയാണ്, എളിമയും ദാരിദ്ര്യമുള്ള ഒരു ജനത്തെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. നോട്ട് ടു മെനി വൈസ്, നോട്ട് ടു മെനി മൈറ്റി, ആൻഡ് നോട്ട് ടു മെനി നോബിൾ പീപ്പിൾ ഇൻ ദ ചർച്ച്. എന്നാൽ ഇന്നത്തെ സഭയിൽ നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ജനക്കൂട്ടമുണ്ട്. അതിൽ കുലീനന്മാർ ധാരാളമുണ്ട്. കൂറ്റൻ കെട്ടിടങ്ങൾ കാണാം. ധാരാളം പണം അവരുണ്ടാക്കിയിട്ടുണ്ട്, അത് വിതരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കൊണ്ട് കർത്താവിന്റെ കണ്ണിൽ പൊടിയിടുവാൻ കഴിയുകയില്ല. അവൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനാണ്. സഭയുടെ അരിഷ്ടതയും നഗ്നതയും ദാരിദ്ര്യവും ദർശനമില്ലാതെ കുരുടനായിരിക്കുന്ന അവസ്ഥയും നിർഭാഗ്യനായിട്ടിരിക്കുന്ന അവസ്ഥയും എല്ലാം യേശുവിനറിയാം. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. തീഷ്ണതയുള്ളവരും മൂല്യമുള്ളവരും ദർശനമുള്ളവരും വെള്ളയുടുപ്പ് ധരിച്ചവരുമായി കർത്താവിന്റെ വരവിനായി പ്രത്യാശയോടെ നോക്കി കാത്തിരിക്കാം എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തിയത്. നമുക്കും ഈ ഒരു തരത്തിൽ കർത്താവിന്റെ വരവിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കി ഉണർന്ന് കാത്തിരിക്കാം. അനേകരെ അങ്ങനെ ഒരുക്കുകയും
ഈ ദൗത്യത്തിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യാനുള്ള ഒരു ദൗത്യവും ഉത്തരവാദിത്വവുമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ലവോദിക്ക സഭയെക്കുറിച്ച് നാം പഠിച്ചതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ കർത്താവ് കൊണ്ടുവന്നു. അവർക്ക് 4 നഷ്ടങ്ങൾ സംഭവിച്ചു. തീഷ്ണത പോയി, അവരുടെ മൂല്യം പോയി, ദർശനം പോയി, വസ്ത്രം പോയി. അവർക്ക് കത്തുന്ന ഒരു ഹൃദയം ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് വാല്യൂസ്, പുറമേ ഉണ്ടായിരുന്ന സാമൂഹിക ജീവിതത്തിലെയും വ്യാപാര ജീവിതത്തിലെയും വാല്യൂസാണ്, മൂല്യങ്ങളാണ് സഭയിലേക്ക് കടന്നത്. അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. അവരുടെ കണ്ണിലെഴുതുന്ന ലേപം കൊണ്ട് അവർക്ക് യഥാർത്ഥത്തിലുള്ള ആത്മീയ ദർശനം പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ വസ്ത്രം അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്ക് പുതിയൊരു വസ്ത്രം ദൈവം നൽകേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഈ നഷ്ടങ്ങളെല്ലാം നികത്തുന്നതിനായിട്ടാണ് കർത്താവ് അവരെ ഉപദേശിക്കുന്നത്. അതിനവർക്കൊരു വിശദീകരണവും ഒരു പ്രബോധനവും ഒരു ക്ഷണവും നൽകിക്കൊണ്ടാണ് കർത്താവ് തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. വിശദീകരണത്തിൽ പറഞ്ഞത്, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കും, ശിക്ഷിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തന്നത് എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഏതിൽ നിന്നാണ് നീ വീണത്, എവിടെയാണ് നിനക്ക് കുഴപ്പം വന്നത്, ഓർത്ത് മാനസാന്തരപ്പെടുക, ജാഗ്രതയുള്ളവനായി മാനസാന്തരപ്പെടുക എന്ന പ്രബോധനമാണ് ഈ സഭയ്ക്ക് കർത്താവ് നൽകിയത്. എന്നിട്ടൊരു ക്ഷണം, ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പുറത്താണ്, വാതിൽ തുറക്കുക, ഞാൻ അകത്തു വരാം. ആരെങ്കിലും ക്ഷണം കേട്ട് കർത്താവിനെ അകത്ത് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്യാഗത്തിന് ഒരു മാറ്റം വരുത്തിയിട്ട് ഒരു വ്യത്യാസത്തിലേക്ക്, ഒരുക്കത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് കർത്താവിന് താല്പര്യമുണ്ട് എന്ന് ഈ സഭയെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നാം ഈ സഭയെ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ വിശ്വാസത്യാഗം വന്ന് ഉൾപ്രാപണത്തിൽ തള്ളപ്പെടുന്ന സഭയാണ് എന്ന് കണ്ടല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ആന്തരികവും നിത്യവുമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ തെറ്റുകളെല്ലാം തിരുത്തേണ്ടതിനായിട്ട് നമുക്കും ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ തെറ്റുകൾ കടന്നു വരാതിരിക്കാനായിട്ട് നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. ഈ 7 സന്ദേശങ്ങൾ ഇപ്പോൾ നാം പരിശോധിച്ച് കഴിഞ്ഞതുകൊണ്ട് എല്ലാം കൂടെ ചേർത്തൊരു ചെറിയ വിലയിരുത്തൽ നടത്തുന്നത് നന്നായിരിക്കും. കർത്താവായ യേശുക്രിസ്തു സന്ദേശങ്ങൾ അയച്ച ഏഷ്യ മൈനറിലെ 7 സഭകൾ പ്രധാനമായിട്ട് മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടേണ്ടിയിരുന്നു. പല മേഖലകളിലും അവർ മാനസാന്തരപ്പെടേണ്ടിയിരുന്നു. അവർ ജയിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടേണ്ടിയിരുന്ന മേഖലകളും അവർ ജയിച്ചാൽ കർത്താവ് എന്ത് പ്രതിഫലമാണ് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതും മാത്രം ഒരുമിച്ച് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഓരോന്നായിട്ട് ഓരോ സഭയോടും പറഞ്ഞ സുപ്രധാന കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒന്നാമത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് എഫെസോസിലെ സഭയോട് മാനസാന്തരപ്പെടേണ്ടതിന്റെ മേഖല ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരു കെയർലെസ് ചർച്ച്, ഒരു അശ്രദ്ധമായിട്ട് ജീവിച്ച സഭയാണ് എഫെസോസിലെ സഭ. 2-4-5 വാക്യങ്ങൾ പറഞ്ഞു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കും. 2-7 ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് പറഞ്ഞു. സ്മുർണയിലെ സഭ 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അധികം കുറ്റമൊന്നും കർത്താവ് പറയാതെ കിരീടം പ്രാപിച്ച സഭ, ക്രൗണ്ട് ചർച്ച് എന്ന് വേണമെങ്കിൽ പറയാം. 2-10 നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് സഭയെ ഓർമ്മപ്പെടുത്തിയത്. 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി. 3-ാമതായിട്ട് പെർഗമോസിലെ സഭ കോംപ്രമൈസിംഗ് ചേർച്ച് ആയിരുന്നു. 2-12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് സന്ദേശം നാം കാണുന്നത്. 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ എന്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും എന്ന് കർത്താവ് പറഞ്ഞു. 2-17 ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും എന്ന് പറഞ്ഞു. 4-ാമത് തുയഥൈരയിലെ സഭ ഒരു കറപ്റ്റ് ചർച്ചാണ്.
ആ സഭക്കുള്ള സന്ദേശം 2-ാം അധ്യായത്തിന്റെ 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണ് നാം കാണുന്നത്. അവരോട് പ്രധാനമായിട്ട് മാനസാന്തരപ്പെടുവാനായിട്ട് പറഞ്ഞ മേഖല 2:20. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ അവളെ വലിയ കഷ്ടതയിലാക്കും, അവളുടെ മക്കളെ കൊന്നുകളയും, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി. എന്നിട്ട് 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. 5-ാമതായിട്ട് സർദീസിലെ സഭ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരു ബലഹീന സഭ, ഫീബിൾ ചർച്ച്. 3-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞു, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ സന്നിധിയിലും അവന്റെ പേർ ഏറ്റുപറയും. 6-ാമതായിട്ട് ഫിലാദൽഫിയയിലെ സഭ ഒരു ഫെയ്ത്ത്ഫുൾ, വിശ്വസ്ത സഭയായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് സന്ദേശം കിടക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 11, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. 1:12 പറഞ്ഞു, ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. അവസാനമായിട്ട് ലവോദിക്ക സഭ 3:14 മുതൽ 22 വരെയാണ് സന്ദേശം കാണുന്നത്. ഒരു ഫൂളിഷ് ചർച്ച്, മൂഢ വിഡ്ഢിത്ത സഭയായിരുന്നു. ആ സഭയോട് പറഞ്ഞത് നാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണു കളയും. 19-ാം വാക്യത്തിൽ പറഞ്ഞു, ആകിയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. മാനസാന്തരപ്പെടേണ്ട മേഖലകൾ എല്ലാം ഒരുമിച്ച് ഒന്ന് നോക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ പ്രതിഫലങ്ങളാണ് അവൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം സഭകൾക്ക് കർത്താവ് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. എല്ലാ സഭകളോടും പറഞ്ഞ ഒരു ചെറിയ സെന്റൻസ് നാം വാസ്തവത്തിൽ ഇതുവരെ വിശദമായിട്ട് പരിശോധിച്ചില്ല. അതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ സഭകളോടും ജയിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ, മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞതുപോലെ തന്നെ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ പ്രാധാന്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ സഭകളോടും പറഞ്ഞു. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 11-ാം വാക്യം, 17-ാം വാക്യം, 29-ാം വാക്യം. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 13-ാം വാക്യം, 22-ാം വാക്യം. ഒരിക്കൽ കൂടി ഞാൻ വാക്യങ്ങൾ പറയാം. 2-ന്റെ 7, 11, 17, 29, 3-ന്റെ 6, 13, 22. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് ഈ ആശയത്തെ പരിപോഷിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ കിടപ്പുണ്ട്. അത് നിങ്ങൾ ഒരുമിച്ചെടുത്ത് പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചതിന് ശേഷം പലപ്പോഴും കേൾക്കുന്നതിനെ കുറിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട്. അതിൽ ചിലത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ മാർക്ക് 4:23 and 24, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് യേശു പറഞ്ഞു. ലൂക്കോസ് 8:18, ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നും എങ്ങനെ കേൾക്കുന്നു എന്നും, വാട്ട് യു ഹിയർ ആൻഡ് ഹൗ യു ഹിയർ, രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾക്കുന്നവർ പലപ്പോഴും
വേണ്ടതുപോലെ കേൾക്കുന്നില്ല, വേണ്ടതുപോലെ ശ്രദ്ധിച്ച് കേൾക്കാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് ഉപമകൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനുശേഷം ശിഷ്യന്മാര് ഈ ഉപമകൾ എന്താ പറയാൻ കാര്യമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ 2 വാക്യങ്ങൾ മത്തായി 13 മുതൽ 15 വരെ. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുകയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. പ്രവചന പുസ്തകങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ പ്രവാചകന്മാരെല്ലാം തന്നെ ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താഴെ പറയുന്ന ചില വാക്യങ്ങൾ എടുത്തു വായിക്കുക. യെശയ്യാവ് 6-ാം അധ്യായത്തിന്റെ 9, 10, യെഹെസ്കേൽ 12:2, യിരെമ്യാവ് 5:21. ഒരു പ്രാവശ്യം കൂടി വാക്യങ്ങൾ പറയാം. യെശയ്യാവ് 6-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ, യെഹെസ്കേൽ 12:2, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രവാചകന്മാർ ഇതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആയിരുന്നു, അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. കുറെ കൂടി പുറകോട്ട് പോയി പഴയ നിയമം പരിശോധിച്ചാൽ അഹരോന്യ പുരോഹിതന്മാരെ പ്രതിഷ്ഠിക്കുമ്പോൾ അവരുടെ വലത്തെ കാതിന്മേൽ രക്തം പുരട്ടി ശുദ്ധീകരിക്കണം, അത് വേർതിരിക്കണമായിരുന്നു. അവർ ദൈവശബ്ദം കേൾക്കത്തക്ക തരത്തിൽ ഒരു വേർതിരിവ്, ഒരു സമർപ്പണം അവരുടെ കാതിന് വേണമായിരുന്നു എന്ന് ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23, 24 വാക്യങ്ങളിൽ നാം കാണുന്നു. ലേവ്യ 8:23, 24. പിന്നെയും നാം പ്രവചന പുസ്തകം നോക്കുമ്പോൾ യിരെമ്യാവ് 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായികയാൽ ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്നയായിരിക്കുന്നു, അവർക്കതിൽ ഇഷ്ടമില്ല. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് നമ്മളുടെ ചെവി ഇരിക്കുന്നത്? പരിച്ഛേദനയുള്ള ചെവിയാണോ? ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? വചനം നമുക്ക് നിന്നയായിട്ടാണോ ഇരിക്കുന്നത്? അതിൽ ഇഷ്ടമില്ലാതിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. പുതിയ നിയമത്തിൽ സ്തെഫാനോസ് തന്നെ കല്ലെറിഞ്ഞവരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോസ്തലപ്രവൃത്തി 7:51 അപ്പോസ്തലപ്രവൃത്തി 7:51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന നമുക്ക് ആവശ്യമാണ്. മോശ പുറപ്പാട് നടത്തുന്നതിനായിട്ട് ജനത്തോട് ഇടപെട്ടപ്പോൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലുണ്ട്. പുറപ്പാട് 6:12. ഇസ്രായേൽ എന്റെ വാക്ക് കേട്ടില്ല. ഇത് ദൈവത്തിന്റെയും ഒരു പരാതിയാണ്, മോശയുടെ മാത്രമല്ല. പലപ്പോഴും ഇസ്രായേൽ എന്റെ വാക്ക് കേട്ടില്ല. പുതിയ നിയമ കാലഘട്ടത്തിൽ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില്, എബ്രായ ലേഖനം 5:11, ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇത് വിശ്വാസികളുടെ അനേകരുടെ പ്രശ്നമാണ്. ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്, എങ്കിലും കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്, സഭയുടെ അധ്യാപകനായ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇടപെട്ട് സത്യങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തുവാൻ കഴിയാതെ ഇരിക്കുന്നു. നാം കേൾവിക്ക് മാന്യം സംഭവിച്ചവരായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞു, ജോൺ 10:26, 26 മുതൽ 28 വരെ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. യേശു വീണ്ടും പറഞ്ഞു യോഹന്നാൻ 8:47, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കുവാൻ താല്പര്യമില്ലെങ്കിൽ നാം ദൈവസന്തതി ആണോ എന്ന് തന്നെ പരിശോധിക്കേണ്ടതാണ്. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടല്ലോ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അവയെ ഓരോന്നിനെയും പേർ ചൊല്ലി അവൻ വിളിക്കുന്നു, അകത്ത് കൊണ്ടുവരുന്നു, പുറത്തു പോകുന്നു. അതുകൊണ്ട് അവന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അവന്റെ ശബ്ദം നാം കേട്ട് ചെയ്യുന്നവരായി ഇരിക്കണം എന്ന് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് യേശു പഠിപ്പിച്ചല്ലോ. പർവ്വതപ്രസംഗം തീർന്നപ്പോൾ ബുദ്ധിയുള്ള പാറമേൽ വീട് പണിത ആളായിരിക്കണമെന്നുണ്ടെങ്കിൽ വചനം കേട്ട് ചെയ്യുന്നവനായിരിക്കണം. കേട്ട് ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാണ്. എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ
അത് ഇടിഞ്ഞ് താഴെ പോകും. ദൈവം നമ്മുടെ ചെവികളെ തുറക്കുകയും ദൈവം നമ്മുടെ ചെവികളെ ഉണർത്തുകയും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48:8 50-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളും ദയവായിട്ട് വായിക്കണം. യെശയ്യാവ് 48:8 50-4-5 വാക്യങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ചെവികൾ അവൻ തുറക്കുവാനും ഉണർത്തുവാനും നാം അനുവദിക്കണം. നാം തന്നെ നമ്മുടെ ചെവികളെ കർത്താവിനായിട്ട് തുളയ്ക്കണം. സങ്കീർത്തനത്തിൽ നാം അങ്ങനെ വായിക്കുന്നത്, അവൻ ചെവികളെ കർത്താവിനായിട്ട് തുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്നും കർത്താവിന്റെ അടിമയായിട്ട് ഇരിക്കുവാനായിട്ട് ആഗ്രഹിച്ചാണ് ചെവി തുളയ്ക്കുന്നത്. പഴയ നിയമത്തിൽ അതൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെടുത്ത് വായിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് നമുക്ക് എപ്പോഴും ദൈവത്തോട് പറയാം. അങ്ങനെയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. നമുക്കത് കേട്ട് അനുവർത്തിക്കുവാൻ തക്കവണ്ണം അവൻ കൃപ തരും. സങ്കീർത്തനം 103 നാം വായിക്കുന്നത് പോലെ അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ടിരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സന്ദേശങ്ങൾ നമ്മളൊരു അക്കാഡമിക്കായിട്ട് പഠിച്ചു തീർക്കുന്നവരായിട്ടല്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കും. ചെവിയുള്ളവർ അത് കേൾക്കും. ചെവിയുള്ള വ്യക്തികളാണ്. ആരെങ്കിലും, ഇന്ന് നാം ലവോദിക്ക സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ആരെങ്കിലും ചെവിയുള്ള ഏതെങ്കിലും ഒരാൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും അവരെ നിത്യതയോളം എത്തിക്കുവാനും അവൻ മതിയായവനാണ്. അങ്ങനെയാണ് യേശു യോഹന്നാൻ 10:26 പറഞ്ഞത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. നമുക്ക് അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവരായിരിക്കാൻ അവന്റെ കാര്യങ്ങളിൽ നമ്മളെ സമർപ്പിക്കും. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഈ സഭകൾക്കെല്ലാം നൽകിയ സന്ദേശങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ ഗ്രഹിച്ചതുപോലെ കർത്താവ് നിന്നോട് ഏറ്റവും ചേർന്നിരിപ്പാൻ, നിന്നിൽ വസിക്കുവാൻ, കർത്താവെ ഞങ്ങൾ ലജ്ജിതരായി തീരാതിരിക്കുവാൻ തക്കവണ്ണം നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്, വിശുദ്ധിയിൽ മുന്നേറുവാനായിട്ട്, നിന്റെ വചനം കേട്ട് നിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ടിരിക്കുന്നതിനായിട്ട്, കർത്താവെ നിന്റെ ആഹ്വാനങ്ങളെ ഏറ്റെടുക്കുന്നവരായിട്ടിരിക്കുവാനായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.